എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്. അപ്പോൾ ഇന്നാണ് ഡിസംബർ 31. അപ്പോൾ ഈ ഒരു വർഷത്തെ ഇന്ന് അവസാനിക്കും. നാളെ നമുക്ക് പുതിയൊരു വർഷമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു വ്ളോഗ്, നമ്മൾ വർഷാവസാനം ഒരു വ്ളോഗ് നല്ലതല്ല അല്ലെങ്കിൽ വേറൊന്നല്ല, നമ്മൾ ന്യൂ ഇയർ ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് സാൻഡ്വിച്ച്. ഓക്കെ, ശരിയാട്ടാ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മുത്തത്തി വീട്ടിലാണ്. ഞാൻ രാവിലെ ഇൻട്രോ എടുത്തത് അന്നൂർ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പം മുത്തത്തി വീട്ടിലാണ് വൈകുന്നേരം ന്യൂ ഇയർ പ്രോഗ്രാം. കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ വഴിയെ ഓരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് അച്ഛൻ അടക്ക വെയിലത്ത് വെക്കാൻ വേണ്ടി രാവിലെ തന്നെ മച്ചിൻ്റെ മുകളിൽ കയറി. ഞാനൊരു കൗതുകത്തിന് കയറി, എൻ്റെ പുറകെ തന്നെ വിവാനം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ താഴെ ഇറങ്ങിയത് അച്ഛൻ്റെ കൃഷിത്തോട്ടത്തിലൊക്കെ ഒന്ന് മിന്നൽ വിസിറ്റ് ചെയ്യാന്ന് കേട്ടോ. ഈ കുത്തു വന്നില്ലേ, ആ കുത്തു വന്നത് പോയി. അതാണ് ഈ കുമ്പളത്തിന് ആ സുഖം വീഴുമ്പോഴൊക്കെ അത് ഒന്ന് പുളികളുണ്ട്. അതും എപ്പോഴാ പോകുന്നു പറയാൻ. ഇന്നത്തെ ന്യൂ ഇയർ പരിപാടി നമ്മളെ വീട്ടിൽ വെച്ചായതുകൊണ്ട് തന്നെ വീടും പരിസരം നല്ല രീതിയിൽ വൃത്തിയാക്കണം. അപ്പോൾ എൻ്റെ കൂടെ കട്ടൊക്കെ സപ്പോർട്ടായിട്ട് അച്ഛനും അമ്മയും കൂടെ തന്നെ ഉണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ഒരിക്കലും അവർ നോ പറയാറില്ല. അവരും എൻ്റെ കൂടെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ചെയ്യാറുണ്ട്. നമ്മൾ വൈകുന്നേരത്തെ ക്യാമ്പ് ഫയറിനിലെ വിറക് പെറുക്കാൻ പോകുന്നു. വീട് വെച്ചാൽ മുറിക്കൊണ്ട് അല്ല ആളുണ്ടാകാം. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ വൈകുന്നേരം ക്യാമ്പ് ഫയർ വെക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ ഒരു ടൈമിൽ വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ കുറേ ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ അതിനൊക്കെ നല്ല രീതിയിൽ ഇതേ കരിച്ച് കളയുന്നുണ്ട്. അപ്പം ബാക്കി വേണ്ട സെറ്റിങ്സൊക്കെ ഞാനും അമ്മയും അച്ഛനും കൂടി എല്ലാം ചെയ്ത് തീർത്തു. അപ്പോൾ വൈകിട്ട് ഏച്ചിയും മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ വെച്ചാൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ അവരവരെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരണം. അങ്ങനെയാട്ടോ നമ്മളെ രാത്രിക്കത്തെ ഫുഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ എല്ലാവരും കൃത്യം 8 മണി 8 ആ ഒരു ടൈമിൽ നമ്മളെ വീട്ടിലെത്തിച്ചേർന്നു. എല്ലാ ഫാമിലി മെമ്പേഴ്സും വന്നതിന് ശേഷം ഒരു പൂക്കുത്തിരി കത്തിച്ചിട്ട് നമ്മളുടെ ന്യൂ ഇയർ പ്രോഗ്രാമിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളതായാലും വലിയവരതായാലും കുറച്ച് പ്രോഗ്രാംസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കുട്ടികളുടെ ഡാൻസും അവരുടേതായ രീതിയിൽ അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട നമ്മളെ കസേരക്കളി, തൊപ്പിക്കളി, അതുപോലെ തന്നെ ബിസ്ക്കറ്റ് കളി, അങ്ങനെ എങ്ങനെയൊക്കെ എൻ്റർടൈൻ ചെയ്യുക, എങ്ങനെയൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഒരുപോലെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു. ഫാമിലി മെമ്പേഴ്സൊക്കെ ഒത്തിട്ട് ആദ്യമായിട്ടോ ഇങ്ങനെ ന്യൂ ഇയർ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. മാക്സിമം എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും നല്ല ഒരുപോലെ നമ്മൾ എൻജോയ് ചെയ്തു. കുഞ്ഞു മക്കൾ മുതൽ വലിയവർ വരെ എല്ലാ ഗെയിംസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ നമ്മളത് ഒരു ന്യൂ ഇയർ പ്രോഗ്രാം നല്ല അടിച്ചു പൊളിച്ച് നമ്മൾ കൊണ്ടുപോവാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും അവരവരെ വീട്ടിൽ നിന്ന് നല്ല സ്പെഷ്യൽ ഐറ്റംസ് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കറികളും ഒരുപാട് ഡിഷസായിട്ട് നമ്മളെ ടേബിൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗെയിമൊക്കെ കളിച്ച് എല്ലാവരും നല്ല രീതിയിൽ ടയേർഡായി. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ഗെയിമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഏച്ചിയുടെ മോക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് അവളത് ആ ഒരു ഡാൻസ് കഴിഞ്ഞ് നേരെ ആ ഒരു വേഷത്തിലാട്ടോ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുപ്പും കുറച്ച് തിരക്കായിരുന്നു. അങ്ങനെ അവളത് അതൊക്കെ കഴിഞ്ഞ് അവൾ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. അയ്യോ, അപ്പോൾ എല്ലാവരും അവരുടേതായ മാക്സിമം ഹാപ്പിനെസ്സിലിരിക്കുവാണ്. അപ്പോൾ ഏകദേശം സമയം 11:50 ആകുമ്പോൾ തന്നെ നമ്മളുടെ വീഡിയോ ഒക്കെ എടുത്ത് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
കണ്ണോട് കാണാൻ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ അമ്മ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷത്തെ ആയിട്ടില്ല. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. മുഖസൗരഭമോ പകരുന്നു വിഴം പോൽ പവിഴാധരം പോൽ പനിനീട്ടും ഇനി എത്രയൊക്കെ ന്യൂ ഇയർ ഒരുമിച്ച് ആഘോഷിച്ചാലും ഈ ഒരു ഫസ്റ്റ് ഒരുമിച്ചുള്ള ന്യൂ ഇയർ നമ്മൾ ആരും ഒരിക്കലും മറക്കില്ല. അപ്പോൾ എല്ലാവരുടെയും അവരുടേതായ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എല്ലാവരും ന്യൂ ഇയർ ആഘോഷിച്ച് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അവസാനമായിട്ട് ഒരു സ്കൈ ഷോട്ട് കൂടി ബാക്കിയുണ്ട്. ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞു. എല്ലാവരും വീട്ടിലേക്ക് പോയി നല്ല രീതിയിൽ ആഘോഷിച്ചു. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ്.